ജൂബിലി ഇപ്പം അമ്മയെ പറ്റി പറയാണ്ട് ഞാൻ ചെയ്യണം. അതായത് ഇങ്ങനെ ഒരു വീടിനടുത്തൊരു നാടക ക്യാമ്പ് നടത്തുക. ഇപ്പം നമ്മുടെയൊക്കെ വീട്ടിൽ 2 അതിഥി വരിക എന്ന് പറയുന്നത് തന്നെ ഇത്രയും ഓർഡർ ചെയ്യാവുന്ന ഹോട്ടൽ സ്വിഗ്ഗിയും സൊമാറ്റോ ഒക്കെ ഉള്ളൊരു കാലത്ത് തന്നെ സത്യത്തിൽ ഈ കോളിംഗ് ബെല്ല് കേൾക്കുമ്പം പേടിയുള്ളൊരു കാലത്തിലേക്ക് നമ്മളിപ്പോൾ എത്തി. ഇവിടുന്ന് ബാക്കിലോട്ട് ആ ഒരു സമയത്ത് എപ്പോഴും ആളുള്ള ഒരു വീടായിരിക്കുമല്ലോ അത്. അതെ. എന്താ ഈ ട്രൂപ്പ് വണ്ടിയൊക്കെ തിരിച്ച് വീട്ടിലോട്ടാണ് വരുന്ന ഒരു ഓഫീസ് ഉണ്ടായിരുന്നോ വേറെ? അല്ല, സ്റ്റാർട്ടിങ്ങിലൊക്കെ നമുക്ക് വേറൊരു ഓഫീസും സ്റ്റേ ഉണ്ടായിരുന്നു. നേരത്തെ അങ്കിള് പറഞ്ഞ മറ്റേ മുനിസിപ്പൽ ലോഡ്ജ് ചേർത്തലയിലെ അവിടെ ആയിരുന്നു അവർക്കെല്ലാം റൂം എടുത്ത് വെച്ചത്. അതിനുശേഷം ചേർത്തലയിൽ ഞങ്ങളൊരു പ്രോപ്പർട്ടി മേടിച്ചു നാടകത്തിന് വേണ്ടി മാത്രം. അവിടെ വലിയൊരു ഓഡിറ്റോറിയം പണിതു. അതിൻ്റെ 2 സൈഡിലും ജെൻസിനും ലേഡീസിനും സെപ്പറേറ്റ് ക്യാമ്പും കാര്യങ്ങളും ഫെസിലിറ്റീസും. അതായത് ഇപ്പോൾ അവർക്കൊരു ഒരാഴ്ച നിൽക്കണമെങ്കിൽ പോലും അവിടെ ഫുൾ അതിൽ നിൽക്കാനുള്ള കിച്ചണും കാര്യങ്ങളും എല്ലാമായിട്ട് ആ കോമ്പൗണ്ടിൻ്റെ തൊട്ട് ചെന്നൊരു ഗസ്റ്റ് ഹൗസ് ഉണ്ടായിരുന്നു. ആ ഗസ്റ്റ് ഹൗസ് ആണ് കുറച്ചുകൂടി വലുതാക്കി ഞങ്ങൾ വീടാക്കിയിട്ട് ഞങ്ങളും ആ കോമ്പൗണ്ടിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത്. അപ്പം അങ്ങനെ എപ്പോഴും ആളുണ്ടാവും. നാടകം കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഇവർ വെളുപ്പിന് വന്നിട്ട് ആ സമയത്തൊക്കെ ചിലപ്പോൾ വണ്ടി കിട്ടത്തില്ല. അതുകൊണ്ട് ഇവർ ക്യാമ്പിൽ വന്നിട്ട് പിറ്റേന്ന് രാവിലെ പയ്യെ പോയാൽ മതി എന്ന് പറഞ്ഞേക്കണം. അപ്പോൾ അവർക്ക് പിറ്റേന്നുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ എത്ര പേരുണ്ടാകും എന്നുള്ളത് രാവിലെ മനസ്സിലാക്കി അവർക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉൾപ്പെടെ ഇവിടെ നിന്ന് ഉണ്ടാക്കി കൊടുക്കും. അയ്യോ, അങ്ങനെ ജൂബിലിയിൽ അങ്ങനെ ഒരു അവർ പുറത്തുനിന്ന് കഴിക്കണം അങ്ങനെ ചില ട്രൂപ്പുകളുണ്ട്. അത് ക്യാമ്പ് കഴിഞ്ഞാൽ പിന്നെ അങ്ങനത്തെ ചിലവൊന്നും ഇല്ല എന്നുള്ളത്. പക്ഷെ നമ്മുടെ അങ്ങനെയല്ല. നാടകം കഴിഞ്ഞ് രാത്രി കഴിഞ്ഞാൽ ഉത്തരവാദിത്തം ഫലത്തിൽ കഴിഞ്ഞു എന്നുള്ളതാണ്. അതെ അതെ. വീണ്ടും ഇതുണ്ട്.